കിട്ടി. അത് വലിയൊരു അനുഭവമായി അദ്ദേഹത്തിനോട് ചാറ്റ് ചെയ്യലും. അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ്, ആരാണ്, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. തെരഞ്ഞു പിടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ചുളിയിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് രസമല്ല. പറപ്പൂരിസ്ഥാൻ്റെ ഒക്കെ നാട്ടിലെ പള്ളികളിൽ പോയി ഇരുന്ന്, ഹംസമദീൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളിയിൽ പോയി ഇരുന്ന് രാത്രി മുഴുവൻ, ഹംസമദീൻ്റെ ഒക്കെ രാത്രി അവിടെ തന്നെ താമസിക്കലായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വിജയപീഠം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് വിജയപീഠത്തിലുള്ള അതിഥി ജാമിഅ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ മഅഹദുൽ ലുഗയുടെ പ്രിൻസിപ്പളായ ഡോക്ടർ ഷുറൈഹി സലഫിയാണ്. അതിൽ എനിക്കുള്ളൊരു സന്തോഷം അദ്ദേഹം എൻ്റെ ഉസ്താദ് കൂടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഈ തൊട്ടടുത്ത ദിവസമാണ് അറബിയിൽ ഒരു PhD കരസ്ഥമാക്കി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉസ്താദിനോട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ചോദിച്ചറിയാം. ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഉസ്താദ് എന്തായാലും PhD കരസ്ഥമാക്കി, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഉസ്താദ് ആദ്യം ഒന്ന് ഉസ്താദിൻ്റെ വീട്, അതുപോലെ കുടുംബം, ഇത്തരം പശ്ചാത്തലങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ശ്രോതാക്കൾക്ക് അതൊരു അറിവ് ആയിരിക്കും. ഞാൻ തിരുവങ്ങാടിയാണ് എൻ്റെ സ്വദേശം. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞു, മക്കളുണ്ട്, 6 മക്കളുണ്ട്. അൽഹംദുലില്ലാ, 6 പെൺകുട്ടികളുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ പഠനം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജാമിഅ അൽ ഹിന്ദിൽ അൽഹംദുലില്ലാ അധ്യാപകനായി മഅഹദുൽ ലുഗയുടെ പ്രിൻസിപ്പളായിക്കൊണ്ട് ജോലി ചെയ്യുകയാണ്. ദഅവ രംഗത്ത് അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലുണ്ട്. സംഘടനാ ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ ദാറു ഹഫ്സ എന്ന് പറയുന്നൊരു വനിതകൾക്ക് ഹിഫ്ള് കോളേജ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ ഉസ്താദ് പഠനം കഴിഞ്ഞൊരു പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു PhD ഉസ്താദ് നേടിയെടുക്കുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു പഠന കാലഘട്ടം അതെങ്ങനെയായിരുന്നു? ഒരുപക്ഷെ ഉസ്താദ് ആ പഠന കാലഘട്ടത്തിൽ ഉസ്താദ് നേടിയ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? SLC കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജാമിഅ സൽഫിയിലായിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷം PG നമ്മൾ നിലമ്പൂർ ഒരു സ്ഥാപനത്തിൽ MM നദയുടെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അപ്പോൾ PG അൽഹംദുലില്ലാ അച്ചീവ്മെൻറ്റ് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG എനിക്ക് അറബിക്കിൽ PG 2nd റാങ്ക് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കോഴിക്കോട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ചേർന്നു. അത് കഴിഞ്ഞ് MPhil ചെയ്തു. ജമാൽ മുഹമ്മദ് കോളേജിലായിരുന്നു MPhil ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ കുറേ ആയിട്ട് ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു വൈജ്ഞാനികമായ വിഷയത്തിൽ ഒരു പഠനം നടത്തണം, റിസർച്ച് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു സംഗതിയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാൻ പല യൂണിവേഴ്സിറ്റികൾ, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി, നമ്മുടെ ജാമിഅ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോയിരുന്നു. ജാമിഅ മില്ലിയ ഇസ്ലാമിയ ഡൽഹിയിൽ. അവിടെ പിന്നെ അവിടെ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി പോയിരുന്നു. അതിനുശേഷം ഇഫ്ലൂയിൽ പോയിരുന്നു, ഹൈദരാബാദിൽ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ജാമ്യയും തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, ഉസ്താദ് ഏത് വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് ഉസ്താദ് PhD എടുത്തത്? ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണ്? ഇപ്പോൾ അൽഹംദുലില്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലാണ്. തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജ്, വാക്കാടുള്ള തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലായിരുന്നു എൻ്റെ സെൻറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലായിരുന്നു അത്. ഉസ്താദ് തിരഞ്ഞെടുത്ത വിഷയം PhDക്ക് വേണ്ടിയിട്ട്? ഞാൻ എടുത്തിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ഏരിയയിലായിരുന്നു, അഥവാ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ MPhilഉം ആ ഒരു ഏരിയയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ലിംഗ്വിസ്റ്റിക് ഏരിയയിൽ തന്നെ പിന്നെ സെമാൻറ്റിക്സ് എന്ന് പറയും, അഥവാ അർത്ഥശാസ്ത്രം. ഒരു അറബി ഭാഷയിലൊരു പദം, ആ പദം എങ്ങനെയാണ് ഉണ്ടായി വന്നത്, അതിനുള്ള മൂല്യ കാരണം എന്താണ്, അതേപോലെ തന്നെ അതിന് ഏതെല്ലാം തരത്തിൽ ആ വാക്കുകൾക്ക് പിന്നെ അതിൻ്റെ അർത്ഥം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലഘട്ടത്തിലൂടെ. ഓരോ വാക്കുകളും ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യത്യസ്ത അർത്ഥങ്ങളായി മാറും ഓരോ വാക്കുകളും. അപ്പോൾ പിന്നെ ഇൽമുദ്ദലാല എന്ന് പറയും, ഇൽമുദ്ദലാല, ദലാലത്തുൽ അൽഫാദ്, സെമാൻറ്റിക്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ അതിൻ്റെ ടേം. അപ്പോൾ അതിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഓരോ പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പദം നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ, അറബി ഭാഷയിലൊരു പദം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അതിൻ്റെ സൗണ്ട്, ആ സൗണ്ടും അതേപോലെ തന്നെ ആ പദത്തിൻ്റെ അർത്ഥം ഒരു ബന്ധം ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ
വ്യാകരണവുമായി തട്ടിച്ചോക്കുമ്പോൾ നഹ്വി ആയിട്ട് അതിനൊരർത്ഥമുണ്ട്, സൊർഫി ആയിട്ട് മറ്റൊരർത്ഥമുണ്ട്, അതേപോലെ തന്നെ ഇജ്തിമായി ആയിട്ട് അതിനൊരർത്ഥമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ആ വാക്കിൻ്റെ ആ വാക്ക് ഒരു സമൂഹം ഉപയോഗിക്കുന്ന പോലെ ആവില്ല മറ്റൊരു സമൂഹം ഉപയോഗിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു ആശയവും അർത്ഥവും ആയിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ കള്ള്, ഹംറ് എന്ന വാക്ക്, അത് പിന്നെ ജാഹിലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം നല്ല മുന്തിയ തരം കള്ള് കുടിക്കുന്നവർ, അതേപോലെ തന്നെ കള്ള് പിന്നെ ഉൽപ്പാദിപ്പിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആഠ്യത്വത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു നല്ല കള്ള് കുടിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു അഭിമാനിയാണ്, അതുപോലെ തന്നെ നല്ല സാമ്പത്തികമായ ശേഷിയുള്ള ആളാണ്. പക്ഷെ നേരെ ഇസ്ലാം വന്നതോടുകൂടി ഇസ്ലാം കള്ള് എന്ന ആ ഒരു അതിൻ്റെ അപകടവും അതേപോലെ ഇന്നമൽ ഖംറുൽ മൈസ്റുൽ അൻസാബ് അലൈഹിസ്സലാം റിജ്സുമിൻ അമിൽ ഷൈത്താൻ, അത് ഷൈത്താൻ്റെ പ്രവർത്തനങ്ങളാണ്, അത് ഒഴിവാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കൾച്ചർ മാറുമ്പോൾ ഒരു സാധനത്തിൻ്റെ ഒരു അതിൻ്റെ ദലാലത്ത്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇജ്തിമായി ആയിട്ട് സക്കാഫത്ത് കൾച്ചർ അനുസരിച്ച് അതിന് മാറ്റം മാറും. മഅ്ജമി ആയിക്കൊണ്ട്, ഡിക്ഷണറിക്കലായിക്കൊണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരു പദത്തിനുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ഏരിയ. അത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇറാബുൽ ഖുർആൻ എന്നുള്ളൊരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഗ്രന്ഥത്തെ കുറിച്ചും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ, എഴുതിയ പണ്ഡിതൻ, അതുപോലെ തന്നെ ഉസ്താദി ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ഞാൻ ഈ ഗ്രന്ഥം മുഹിദ്ദീൻ ദർവേഷ് എന്ന ഹിംസിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം ആധുനികനാണ്, 1908 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് ഇറാബുൽ ഖുർആൻ വ ബയാനുഹു. ആ ഗ്രന്ഥത്തിലാണ് ഞാൻ എൻ്റെ പഠനം നടത്തിയത്. അതിൽ പ്രധാനമായിട്ടും മറ്റു ഇറാബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ഗ്രാമർ എന്തൊക്കെയാണ്, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള ചർച്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ആയത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഗ്രാമർ ചർച്ച ചെയ്യും, നഹ്വ് എന്ന് പറയും. അതേപോലെ തന്നെ അതിൻ്റെ സർഫ് ചർച്ച ചെയ്യും. പിന്നെ അതിൻ്റെ സാഹിത്യം, ബലാഗപരമായിട്ടുള്ള ബലാഗ ചർച്ച ചെയ്യും. പിന്നെ അതിൽ എന്തൊക്കെയാണ് മറ്റുള്ള ഫായിദകൾ എന്തൊക്കെയാണ്, ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് മുഫസ്സിറുകൾ കൂടുതലായിട്ടും അറബി കവിതകൾ എടുത്തു വെച്ചുകൊണ്ട് അതിലെ വാക്കുകൾ വെച്ചുകൊണ്ട് ഈ ആയത്തിൻ്റെ പദങ്ങൾ വിശദീകരിച്ചത്, അതൊക്കെ പറയുന്നത് വളരെ ഒരു ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. അതാണ് ആ ഗ്രന്ഥത്തിലെ അദ്ദേഹത്തിൻ്റെ പദസൂചനകൾ, നഹ്വിയായ ചർച്ചകൾ, സൊർഫിയായ ചർച്ചകൾ. അദ്ദേഹം ഓരോ വാക്കുകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അറബിയിലെ ഓരോ പദങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന വാക്കാണ് ഖതഅ എന്ന വാക്ക്, ഖതഅ. അപ്പോൾ ഖാഫ് ത്വാ അല്ലേ. അതേപോലെ തന്നെ ഖതഫ എന്ന വാക്ക്, അവിടെയും ഖാഫ് ത്വാ, പിന്നെ അവസാനം ഫ ആണ് ഉള്ളത്. ആദ്യം പറഞ്ഞ വാക്കിൽ ഐനാണുള്ളത്. അപ്പോൾ ഖാഫും ത്വാവും ഐനുൽ ഫീലും നമുക്ക് ഭാഷ പഠിച്ച ആൾക്കറിയാലോ. ഒന്നാമത്തേത് ഫഅല എന്ന് പറഞ്ഞാൽ ഫാഉൽ ഫീലും ഐനുൽ ഫീലുമാണ്, ഖാഫും ത്വാവും. അത് രണ്ടും ചേർന്നിട്ടുണ്ടെങ്കിൽ എടുക്കുക, മുറിച്ചു മാറ്റുക, വ്യത്യാസപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഖതഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുറിച്ചു, അപ്പോൾ ഒന്നിൽ നിന്ന് വ്യത്യാസമാക്കിയിട്ട്. അപ്പോൾ ഖതഅ എന്ന് പറയുമ്പോൾ അത് ഐനാണല്ലോ. ഐന് ഹൽക്കിൻ്റെ അക്ഷരമാണ്. ഹൽക്കിൻ്റെ അക്ഷരം ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഉച്ചരിക്കാൻ പ്രയാസമുള്ള ആ ഹൽക്കിൻ്റെ അക്ഷരത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിലെന്തോ ഒരു ഖതഅ എന്ന് പറയുമ്പോൾ ഒരു ഗാംഭീര്യതവും അതിനൊരു ഷിദ്ദത്തുമുണ്ട്, ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഖതഅ എന്ന വാക്ക് മുറിച്ചു മാറ്റുക എന്നുള്ള കുറച്ച് നന്നായി അധ്വാനിച്ച് മുറിച്ചു മാറ്റും. ഫിറഔൻ പറഞ്ഞു, ല ഉഖത്തിഅന്ന ഐദിയക്കും, ഞാൻ നിങ്ങളുടെ കൈകൾ വർജലക്കും മിൻ ഖിലാഫ്, കാലും കൈയും എതിരായിക്കൊണ്ട് മുറിച്ചു മാറ്റുന്നത്. അപ്പോൾ ഖതഅ എന്നുള്ള പ്രയോഗം പൊതുവെ നന്നായിട്ട് ഒരു ശക്തി കൊടുത്ത് മുറിച്ചു മാറ്റുന്നതിന്. പക്ഷേ ഖതഫ, നമ്മളെ ഖതഫ സാറിന് പൂവൊക്കെ പറിക്കുന്നതിന് ഖതഫ എന്നാ പറയാം അല്ലേ, കുറച്ചുകൂടി. അപ്പോൾ ഒന്ന് ഐനുൽ ഫീൽ എന്ന ഈ ഐന് എന്നുള്ളത് എന്താണ്, ഉച്ചരിക്കാൻ പ്രയാസമാണ്, ഹൽക്കിന്റെ അക്ഷരമാണ്, അതുകൊണ്ട് നല്ലോണം കാഠിന്യമുണ്ട്. ഖതഫ എന്ന് പറഞ്ഞാൽ ഫ അങ്ങനെയല്ല, എളുപ്പമാണ്. ഇപ്പോൾ ഖുറാനിൽ അല്ലാഹു ഖുതൂഫുഹാ ദാനിയ, സ്വർഗത്തിലെ പഴങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പഠിക്കാൻ എളുപ്പം. ഇടങ്ങാറായി പഠിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ അർത്ഥം, ശബ്ദത്തിൽ തന്നെ ധ്വനിപ്പിച്ച് അതിൻ്റെ അർത്ഥം കിട്ടും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ പറയും, ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ്
അദ്ദേഹം അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ 2 വാക്കുകൾ, ഈ 2 അക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ പിന്നെ 3ാമതൊരു അക്ഷരം വരുമ്പോൾ അതിന് എന്ത് അർത്ഥം വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം ഞാനിത് എടുക്കാനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ MPhil ഈ ഒരു ഏരിയയിൽ തന്നെ ആയിരുന്നു. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നഹ്വിൻ്റെ വളർച്ചയും കൂഫയും ബസറും, ഈ കൂഫക്കാരും ബസറക്കാരും അവിടെയുള്ള പണ്ഡിതന്മാർ നഹ്വിന് കൊടുത്തിട്ടുള്ള അവരുടെ മുസാഹമാത്തുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ സംഭാവനകൾ, അവരുടെ അപ്പോൾ അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂഫക്കാരും ബസറക്കാരും, അപ്പോൾ അതിൽ ഇന്ന ചില വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വന്നു, അതിലുള്ള ചർച്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ MPhilന്റെ വിഷയം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അതൊരു ലിംഗ്വിസ്റ്റിക് ഏരിയ തന്നെയാണ്. അപ്പോൾ PhDക്കും അതേപോലെ ഒരു ഏരിയ കാണാം. അതും ഖുർആനുമായി റിലേറ്റഡ് ആയ ഏതെങ്കിലും ഒരു ഇറാബുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് മതവിഷയങ്ങൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റികൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇറാബുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ്റെ പദങ്ങൾ, അതിനുള്ള ചർച്ചകൾ, ഇന്ന വാക്കിന് ഇന്ന ഹർക്കത്താണ്, അതിലുള്ള ചർച്ചകൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത ഒരുപാട് അഭിപ്രായങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു ഏരിയയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മളെ പണ്ഡിതന്മാരോടൊക്കെ ചർച്ച ചെയ്തു. നമ്മളെ യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ല ത്വയ്ബ യൂണിവേഴ്സിറ്റിയിൽ മുമ്പ് പ്രൊഫസറായിരുന്നു, നമുക്ക് പരിചയമുള്ള നമ്മളെ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഗ്രന്ഥം എനിക്ക് സൂചിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇതിലുള്ള ഖുർആനിൻ്റെ പിന്നെ ഗ്രാമർപരമായ ചർച്ചകൾ, അതേപോലെ തന്നെ അതിൻ്റെ സർഫ്, ബലാഗ, സാഹിത്യഭംഗി, ആ ഒരു ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഗൈഡിനോട് അതേപോലെ തന്നെ അവിടെ ഡോക്ടറൽ കമ്മിറ്റിയോട് സംസാരിച്ച സമയത്ത് അതിലുള്ളൊരു ഇൽമു ദലാല കൂടി നിങ്ങൾക്ക് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് കൂടുതൽ പഠിക്കുകയും എൻ്റെ ഗൈഡ് എന്നെ സഹായിക്കുകയും ചെയ്തു. നമ്മളെ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനയുടെ ചെറിയമുണ്ടം മദനയുടെ മരുമകനാണ് മുഹമ്മദ് സാർ എന്ന് പറയും, ഡോക്ടർ മുഹമ്മദ് സാർ ചാനാടൻ, കുർക്കോളാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹമാണ് എൻ്റെ ഗൈഡ്. അപ്പോൾ ആ നിലക്കാണ് ഞാനിത് ഈ ഗ്രന്ഥം എടുക്കാനുള്ള കാരണം, വിഷയം പഠിക്കാനുള്ള കാരണമാണ്. അപ്പോൾ ഏകദേശം 5 വർഷം നീണ്ടു നിൽക്കുന്ന ഉസ്താദിൻ്റെ ഒരു PhD പഠനം അൽഹംദുലില്ലാ അതൊരു അർത്ഥത്തിൽ പൂർത്തിയായി. ഇനി അതിൽ നിന്ന് സമൂഹത്തിനൊക്കെ ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ ഉസ്താദിന് ചെയ്യാൻ സാധിക്കട്ടെ. ഉസ്താദിൻ്റെ വിഷയം ഒന്നും കൂടി നമ്മൾ ഡീപ്പായിട്ട് പറയുന്നു. ഉസ്താദ് പറഞ്ഞു ഓരോ ജസ്റ്റ് ഖത്തഫ അല്ലെങ്കിൽ ഖത്തഅ എന്ന വാക്ക് പറഞ്ഞപ്പോഴും ഈ 2 വാക്കിലും അറബി ഭാഷയിൽ വരുന്ന അർത്ഥവ്യത്യാസവും അതിൽ ആ പ്രയോഗത്തിൽ പോലും അല്ലെങ്കിൽ ആ ഉച്ചരിച്ച അക്ഷരങ്ങളിൽ പോലും അറബി ഭാഷയുടെ മഹത്വം തന്നെയാണല്ലോ നമുക്കതിൽ തീർച്ചയായും മനസ്സിലാക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒരുപാട് അക്ഷരങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. അംസയും ഹാവും രണ്ടും ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ പിന്നെ അംസ എന്നുള്ള ഡീപ്പ് ഹൽക്കാണ്, ഹൽക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് വരുന്നത്. ഹാ കുറച്ച് തൊട്ട് മുകളിൽ നിന്നാണ്. അപ്പോൾ കൂടുതൽ പ്രയാസം ഉച്ചരിക്കാനും അതേപോലെ തന്നെ അതിൻ്റെ സൗണ്ടിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ കൂടുതൽ ഗാംഭീര്യതയും ശിദ്ധത്തും ഉണ്ടാകുന്നതാണ് ദലാലിയായ പണ്ഡിതന്മാർ, സെമാൻറ്റിക്സ് ഏരിയയിൽ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പിന്നെ ഹാ ഉള്ളൊരു പ്രയോഗം ഞാൻ പറയാം. മറിയം ബീവിയോട് അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹുസി ഇലൈക ബിജിദിൻ നഖ്ലതി തുസാഖിത അലൈക റുത്ബൻ ജനിയ. അപ്പോൾ മറിയമേ പിന്നെ ആരും നോക്കാനില്ല, എല്ലാവരും ബഹിഷ്കരിക്കപ്പെട്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്, ഗർഭിണിയായി, അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഈത്തപ്പനമരം പോയി കുലിക്കാനാണ് പറയുന്നത്. ഒരു ഗർഭിണിയായ പെണ്ണ് ഈത്തപ്പനമരം കുലിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയായാലും കൊഴിഞ്ഞാടില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ അവിടെ പിന്നെ ഹസ്സ എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ ആയത്തിലുള്ള പറയാൻ പ്രയാസമുള്ള സാധനമാണ് അംസ എന്നുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം അലം തറ അന്ന അർസൽന ശയാത്തീന അലൽ കാഫീന തഉസ്സുഹും അസ്സ. എങ്ങനെയാണ് കാഫിറുകളായ ആളുകളുടെ നേർക്ക് നാം പിന്നെ ശൈത്താന്മാരെ ഇളക്കി വിടുന്നത്. അപ്പോൾ ഒരു ശക്തമായൊരു സംഗതിയാണ്. അപ്പോൾ അസ്സ എന്നുള്ള പ്രയോഗമാണെങ്കിൽ കൂടുതൽ ശക്തിയും അതേപോലെ തന്നെ പിന്നെ അതിന് കൂടുതൽ ശക്തി ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹസ്സ എന്നുള്ള കൂടുതൽ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തി കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശക്തി കുറഞ്ഞ പ്രയോഗമാണ് എന്നൊക്കെ ദലാലിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആണ് നമ്മൾ ഒരു ചർച്ച വന്നത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ സൗണ്ടിൻ്റെ ദലാലത്ത് സൗത്തിയ പറയുമ്പോൾ പിന്നെ വിശുദ്ധ സൽസല, സൊർസറ, ധംധമ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഫധംധമ അലൈഹിം. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം ഒരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഗാംഭീര്യമുള്ള സൊർസറിൻ ആത്തിയ എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ സൗണ്ടിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു അറബി ഭാഷയിൽ ഒരു വാക്ക് പറയുമ്പോൾ ആ സൗണ്ട് തന്നെ അർത്ഥം അറിയുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഗാംഭീര്യതയും അതിൻ്റെ ശുദ്ധതും കാഠിന്യവും സൂചിപ്പിക്കുന്നു എന്നുള്ള ചർച്ച നമുക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഖത്തഫയും ഒക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പിന്നെ ഖതല ഫിർഔൻ ജനങ്ങളെ ആൺകുട്ടികളെ കൊന്നൊടുക്കിയതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ പിന്നെ ഖത്തല എന്നാണ് പ്രയോഗിച്ചത്. ഖത്തല അറുകൊലക്കാണ് പറയുക. ഖത്തല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗാംഭീര്യമുണ്ട്. ഖത്തല എന്ന് പറയുന്ന പോലെയല്ല. അപ്പോൾ സർഫിലും തന്നെ അതിന് കൂടുതൽ കനം വരുന്നു, സർഫിയായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ യുദബ്ബിഹൂന എന്നല്ല പറഞ്ഞു, യുദബ്ബിഹൂന എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിൽ നിന്ന് എന്തുണ്ട്, അതിൻ്റെ കട്ടിയുണ്ട്. അപ്പോൾ അറുകൊല ചെയ്യുന്നു എന്നാണ് പണ്ഡിതന്മാർ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ടിൻ്റെ ഏരിയ, ഭാഷയിൽ ഒരു വാക്കിന് സൗണ്ട് വരുമ്പോൾ ആ സൗണ്ടിന് ഗാംഭീര്യം ഉണ്ടോ, അതിനർത്ഥത്തിലും ഗാംഭീര്യം ഉണ്ടാവും എന്നുള്ളൊരു ഏരിയ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെഹ്വി ആയിക്കൊണ്ട് ഒരു പ്രയോഗം എങ്ങനെയാണ് അത് നെഹ്വിലൂടെ വ്യത്യാസപ്പെടുന്നത്. ഓരോ വാക്കുകളും പിന്നെ ചില സ്ഥലത്ത് ഫിഇൽ പ്രയോഗിക്കേണ്ടടുത്ത് ഇസ്മു പ്രയോഗിക്കും, അതിന് കൂടുതൽ പിന്നെ അതിന് സ്വാധീനമുണ്ടാകും. അതേപോലെ തന്നെ അർത്ഥ ഗാംഭീര്യത ഉണ്ടാകും. അപ്പോൾ നഹ്വി ആയിട്ടുള്ള അർത്ഥവ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ സർഫി ആയിട്ടുള്ളത്, പിന്നെ അതേപോലെ തന്നെ മുഅ്ജമി ആയിട്ടുള്ളത്, അഥവാ ഈ ഡിക്ഷണറി പരമായിട്ടുള്ള ഒരു വാക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് ഓരോ കോണ്ടെക്സ്റ്റിലും വാക്കുകൾ മാറും. നമുക്കറിയാം സിയാക്കി ആയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുള്ള ഈ വാക്കുകൾ അതിനെങ്ങനെ മനസ്സിലാകുന്നു, എങ്ങനെയാണ് മുഹിദ്ദീൻ ദർവേഷ് പറഞ്ഞത്, മറ്റുള്ള ഈ സെമാൻറ്റിക്സ് ഏരിയയിൽ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു ഏരിയ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ അർത്ഥശാസ്ത്രത്തിൻ്റെ വളർച്ച, അതിൻ്റെ ആരംഭം, അതിൻ്റെ വളർച്ച, അതിൻ്റെ പുരോഗതി, കാലഘട്ടങ്ങളിലൂടെ എന്തൊക്കെ പുരോഗതി മാറി വന്നു എന്നുള്ളത്. പിന്നെ നമുക്കറിയാം സബ് ഖിറാഅത്തുകൾ, മലിക് യൗമുദ്ദീൻ, മാലിക് യൗമുദ്ദീൻ. അപ്പോൾ അതിൽ വരുന്ന അർത്ഥവ്യത്യാസം എന്താണ്? സബീ ഖിറാഅത്തുകളിൽ അഷർ ഖിറാഅത്ത്, സബീ ഖിറാഅത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അർത്ഥവ്യത്യാസം വരുന്നതുണ്ട്, അർത്ഥവ്യത്യാസം വരാത്തതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ എന്ത് ദലാലത്തുകൾ, അതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. അതിന് ഖുർആൻ പ്രയോഗിച്ച വാക്കുകൾ മുമ്പ് എന്തിനായിരുന്നു ഉപയോഗിച്ചത്, ഖുർആൻ്റെ മുമ്പ് എന്തിനു പ്രയോഗിച്ചു. ഇപ്പം ചില വാക്കുകൾ, ഇപ്പോൾ തെദ്ക്കിറ എന്നുള്ള വാക്ക്, നമ്മൾ ടിക്കറ്റിനാണല്ലോ തെദ്ക്കിറ എന്ന് പറയുക, അവിടെ ഉത്ബോധനം എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അതേപോലെ തന്നെ ദർറത്ത് എന്നുള്ള വാക്ക് ഇന്നിപ്പോൾ ആറ്റത്തിനാണ് ദർറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ പദം മാറി, അതിനുള്ള മാറാനുള്ള പ്രചോദനം എന്തായിരുന്നു? അപ്പോൾ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള പുരോഗതി അതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയകളും അതേപോലെ തന്നെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഉസ്താദ് അൽഹംദുലില്ലാഹ് ഏകദേശം 5 വർഷം നീണ്ടുന്ന ഈ PhD പഠനം, ഈ ഒരു കാലഘട്ടത്തിൽ ഉസ്താദിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഒരു മറക്കാനാവാത്ത അല്ലെങ്കിൽ അല്പം ഒരു പ്രയാസം നേരിട്ട ഒരു അനുഭവം പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒന്നാമത് പിന്നെ ഈ പറയപ്പെട്ട നമ്മുടെ ഗ്രന്ഥകാരൻ മുഹിദ്ദീൻ ദർവേഷ് റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഇന്നത്തെ AI-ൻ്റെ ഒക്കെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇത്ര തന്നെ ഇത് വന്നിട്ടില്ല. ഒരു 5 കൊല്ലം മുമ്പൊന്നും ഇത്രയധികം തന്നെ നെറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാം ഉണ്ടെന്ന് മാത്രം ഉണ്ട്. പക്ഷെ നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ഉള്ള സോഴ്സുകളൊക്കെ വളരെ കുറവാണ്. നെറ്റിൽ എപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഒരു പേജുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ചെറിയ ഭാഗം മാത്രം കിട്ടും. അപ്പോൾ അതിന് ഇദ്ദേഹം ആരാണ് എന്താണെന്ന് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലോ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച ഗ്രന്ഥത്തിലൊന്നും വിശദമായിട്ട് എവിടെയില്ല. അപ്പോൾ അതിൻ്റെ വലിയൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്യൽ ഹിംസിലെ യൂണിവേഴ്സിറ്റികളുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഞാൻ അവിടെയുള്ള പിന്നെ അതിലുള്ള ഏതെങ്കിലും അക്കൗണ്ടിന് എടുത്തിട്ട് ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുഹിദ്ദീൻ ദർവേഷിനെ അറിയോ, ഏതോ ആളുകൾ നമുക്കറിയുന്നില്ല. അങ്ങനെ കുറേ ഏകദേശം 10, 20, 25 ആളുകൾക്കൊക്കെ അങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ 2 ആൾക്കാരിൻ്റെ ചാറ്റിങ്ങിൽ വന്നു. ഹിംസിലുള്ള ഇദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയോ അങ്ങനെയൊക്കെ ആരോ ആണ്, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ സംഗതി കളക്ട് ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഭവമായി. അദ്ദേഹത്തിൻ്റെ ചാറ്റ് ചെയ്യലും അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ്, ആരാണ്, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് വലിയൊരു അനുഭവമായി അൽഹംദുലില്ലാഹ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി മക്കത്ത് ഹജ്ജിന് പോയ സമയത്ത്, ഉംറക്ക് പോയ സമയത്തൊക്കെ പിന്നെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അഅ്ലാമു ഹിംസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കിട്ടി. അപ്പോൾ അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അപ്പം അങ്ങനെ ഇതിൻ്റെ തെരഞ്ഞു പിടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്.
ചുളിയിൽ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് രസമില്ല. ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു ഒരു ഒരു റാഹത്തുണ്ടായിരുന്നു, സുഖം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് വലിയ. ഓക്കെ, അപ്പോൾ ഇനി ഉസ്താദിനോട് അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഞങ്ങളടക്കമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം, അവരോട് ഉസ്താദിന് എന്താണ് സൂചിപ്പിക്കാനുള്ളത്? നന്നായി പഠിക്കുക. ഏത് വിഷയത്തിലാണോ നമ്മൾ പഠിക്കുന്നത് അതിനോട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സമയം തൃപ്തിയാക്കി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നേടാൻ പറ്റും? അള്ളാഹിനോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാകുന്ന. ഒരു ഏത് അച്ചീവ്മെൻറ്റേയും പിന്നാലെ നോക്കുകയാണെങ്കിൽ ഒരു PhD ഇപ്പോൾ ഇങ്ങനെ പല കോലത്തിൽ എടുക്കുന്ന ആളുകളുണ്ട്. ആത്മാർത്ഥമായി വേണമെന്നുള്ളവർക്ക് ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്കൊക്കെ നമ്മുടെ കൂട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല കഴിവുള്ള, ഭാഷയിൽ നല്ല കഴിവുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. നന്നായി അധ്വാനിച്ച് പണിയെടുത്ത് പിന്നെ ഏത് രംഗത്താണെങ്കിലും. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ PhD വിദ്യാർത്ഥികൾ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. കേവലം ഒരു തീസിസ് എടുക്കുക, ഒരു PhD എടുക്കുക, ഡോക്ടറാകുക എന്നുള്ളതിലപ്പുറം അത് ഏതെങ്കിലും ഒരു കവിയെക്കുറിച്ചോ അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഒരു സാഹിത്യകാരനെ കുറിച്ച് അറിയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. അറിയപ്പെട്ടവരൊക്കെ ഇപ്പോൾ ഇവിടെ തീസിസ് നടന്നായിരിക്കും. അപ്പോൾ കേവലം വെറുതെ ഒരു 5 വർഷം 6 വർഷം സമയം ചിലവാക്കി പ്രത്യേകിച്ച് ഫായിദൊന്നും ഇല്ലാത്ത വിഷയത്തിൽ പിന്നെ പഠനം നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇപ്പം നമ്മളെ പിന്നെ ഹയർ സ്റ്റഡി PG ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു നല്ല സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിഷയത്തിൽ പിന്നെ ആത്മാർത്ഥമായി പഠിച്ച്, ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാ നമ്മളെ ഒരുപാട്, ഇപ്പോൾ നമ്മളെ പർപ്പൂർ ഉസ്താദാകട്ടെ, ഹംസ മദീനി ആകട്ടെ, മുബാറക് ഫൂരി ഉസ്താദാകട്ടെ, അങ്ങനെ പല ഉസ്താദുമാരോടും ഈ വിഷയം ഞാൻ പരക്കേണ്ട എഴുതിയിട്ട് അവരുടെ അടുത്തൊക്കെ പോയി എഡിറ്റ് ചെയ്ത് അവർ പർപ്പൂർ ഉസ്താദിൻ്റെ ഒക്കെ നാട്ടിലെ പള്ളികളിൽ പോയി ഇരുന്ന്, ഹംസമദീൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പള്ളിയിൽ പോയി ഇരുന്ന് രാത്രി മുഴുവൻ, ഹംസമദീൻ്റെ ഒക്കെ രാത്രി അവിടെ തന്നെ താമസിക്കലായിരുന്നു. അങ്ങനെ ഇരുന്ന് വായിച്ച് അപ്പം പറയുന്നത് വെച്ചാൽ ഒന്ന് നന്നായി മെനക്കിടുക, ഒരു വിഷയം നല്ലൊരു വിഷയം ജനങ്ങൾക്ക് കൊടുക്കുക, പഠിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കേവലം എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നതിനപ്പുറം. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളോടും റിസർച്ച് വിദ്യാർത്ഥികളോടൊക്കെ. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. ഉസ്താദ് നമുക്കൊക്കെ ഒരുപാട് മാതൃകയാണ്. ഒരുപാട് തിരക്കിനിടക്ക് ഒരുപക്ഷെ പഠനം അവസാനിപ്പിക്കാതെ ജാമിയയിലെ മഅഹദുൽ ലുഗയിലെ പ്രിൻസിപ്പൾ എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്, സംഘടനാപരമായ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഇത്തരം തിരക്കുകൾക്കൊക്കെ ഇടയിലും ഇത്ര വൈജ്ഞാനികമായി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം നേടിയ PhD അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നൊക്കെ ഇനിയും ഒരുപാട് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.